ഇന്നത്തെ വിചിന്തനമായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാം അധ്യായം 42-ാം വാക്യമാണ്. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. യേശുവിനെ ഒലിമലയുടെ മുകളിലേക്ക് അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രത്തോടെ ആരംഭിക്കുന്ന വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നു, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യേശു കഠിനമായ വേദനകൾക്ക് വിധേയമാകാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നിട്ടും കഷ്ടതയുടെ പാനപാത്രം കുടിക്കുവാൻ തയ്യാറാകുന്നു. അതിനാൽ പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന നിരാശാജനകമായ വാക്കുകളിലൂടെ ഗെത്സെമനിയിലെ പ്രാർത്ഥന ആരംഭിക്കുന്നു. എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് യേശു കൂട്ടിച്ചേർക്കുന്നു. നാം കാണുന്നത് പോലെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തുറക്കുവാനുള്ള ജീവദായകമായ ഒരു ശക്തിയുണ്ട്. തന്റെ പ്രാർത്ഥനയിലൂടെ വരാനിരിക്കുന്ന കുരിശുമരണത്തെ നേരിടുവാനുള്ള ഏക മാർഗം കുരിശിന്റെ പാതയിലൂടെ കടന്നു പോവുകയാണെന്ന് യേശു മനസ്സിലാക്കുന്നു. തന്റെ മനുഷ്യവംശം നരകത്തെ മറികടക്കുവാൻ കഴിയില്ലെന്ന് അറിയാവുന്നതിനാൽ യുദ്ധം കർത്താവിൻ്റെതാണെന്നും ദൈവത്തിന്റെ ഇഷ്ടം നടക്കണമെന്നും അറിഞ്ഞുകൊണ്ട് ദൈവഹിതം നിറവേറ്റുന്നു. നാം ആഗ്രഹിക്കുന്നത് പോലെ എന്തുകൊണ്ട് നമ്മുടെ പലവിധ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നു? ദൈവത്തിന്റെ പദ്ധതികൾ അവർണ്ണനീയങ്ങളാണ്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളെയും ദൈവഹിതത്തോട് ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാൻ നമുക്ക് പരിശ്രമിക്കാം.